ഭൂമി സംബന്ധമായിരിക്കുന്ന തർക്കങ്ങളെല്ലാം തന്നെ തീർന്ന് ഭൂമി തിരികെ ലഭിക്കാനും രാജ്യാധികാരം സിദ്ധിക്കുവാനും താമരമുട്ട് വെണ്ണ നെയ്യിൽ പുരട്ടി ഹോമിച്ചാൽ മതിയാകും. വളരെയധികം ദേഷ്യത്തിൽ പിണങ്ങിക്കഴിയുന്നതായിരിക്കുന്ന വ്യക്തികളെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയും ഗണപതി ഹോമം നടത്താം. ഇതിനു വേണ്ടി ചെയ്യുന്ന ഗണപതി ഹോമത്തിൽ കദളിപ്പഴം, തേൻ, നെയ്യ് എന്നിവ ചേർത്ത ത്രിമധുരത്തിൽ മുക്കുറ്റിയും തെച്ചിപ്പൂവും കൂടിയിട്ട് 108 വീതം വിധിപ്രകാരം ഹോമിച്ചാൽ ആരെ ഉദ്ദേശിച്ചാണോ ഈ ഹോമം ചെയ്യിപ്പിച്ചത് അയാൾ ബന്ധുവായി തീരുമെന്നാണ് പ്രമാണം. ഒരു വ്യക്തിയെ വശത്താക്കുവാൻ വേണ്ടി ചെയ്യിക്കുന്നതായിരിക്കുന്ന ഗണപതി ഹോമത്തിൽ കൊട്ടത്തേങ്ങ തുരന്ന് അതിൽ ത്രിമധുരം നിറച്ച് ശക്തി ഗണപതി മന്ത്രം കൊണ്ട് 108 ദ്രവ്യഹോമം ചെയ്യണം. വിധിപ്രകാരം ചെയ്യുന്ന ഈ ക്രിയ ഒരു മണ്ഡലകാലം ചെയ്യുകയാണെങ്കിൽ അയാൾ എന്നും വശ്യമായി തീരുന്നതാണ്. സ്ത്രീ വശ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഗണപതി ഹോമത്തിൽ ദ്രവ്യമായി അർപ്പിക്കേണ്ടത് ത്രിമധുരത്തിൽ മുക്കിയ മലരാണ്. ഒരു വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ശക്തിക്കനുസരിച്ചുള്ളതായിരിക്കുന്ന ഗണപതി ഹോമം നടത്തേണ്ടതാണ്. കേവലം തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഗണപതി ഹോമം നടത്താമെന്ന് മനസ്സിലായല്ലോ. ഗണപതി ഭഗവാനെ വിധിപ്രകാരം പൂജിച്ചാൽ ഫലം നിശ്ചയമാണ്. വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിസാമർഥ്യവും വർദ്ധിക്കുവാനായി ഗണപതി നാരങ്ങ തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കി ത്രിമധുരത്തിൽ കുഴച്ച് വിധിപ്രകാരം ഗണപതി ഹോമം നടത്തി ഹോമകുണ്ഡത്തിൽ ഈ ദ്രവ്യം ഹോമിക്കുക. അല്പം പ്രസാദമായി മാറ്റുകയും വേണം. ഇപ്രകാരം മാറ്റിയ ത്രിമധുര പ്രസാദവും ഹോമസമ്പാദവും 41 ദിവസം സേവിക്കുന്ന വ്യക്തി സകലകലാവല്ലഭനായി മാറിത്തീരുമെന്നാണ് പ്രമാണം. ഉത്തമന്മാരായിരിക്കുന്ന കർമ്മികളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കുന്ന ഗണപതി ഹോമം പ്രത്യക്ഷ ഫലം തന്നെ പ്രദാനം ചെയ്യുന്നതാണ്.